ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. ഞാനിതാ ഫസ്റ്റ് തന്നെ നമ്മളെല്ലാ വ്യൂവേഴ്സിനും റമളാൻ കരീം ആശംസിക്കാൻ കേട്ടോ. കൂടുതൽ നേരം നമുക്ക് ഇബാദത്ത് ചെയ്യാനും എല്ലാ കാര്യങ്ങൾക്കും പഠിച്ചതും തൗഫീക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. നമുക്ക് നാളാണല്ലോ നോമ്പ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇന്ന് നോമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാത്തിരുന്ന ദിവസമാണല്ലോ അല്ലേ റമളാൻ എന്ന് പറഞ്ഞത്. അത് നാളെ തുടങ്ങിയല്ലേ. അപ്പോൾ എല്ലാവരും നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ ഇബാദത്തിലും കാര്യങ്ങളൊക്കെ മുഴുകുക. അപ്പം നമ്മൾ നനച്ച കുളി എന്ന് പറയാണ്ട് നമ്മളെ വീടും പരിസരം എല്ലാം നമ്മൾ ക്ലീനാക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളെ മനസ്സും നമ്മൾ വൃത്തിയാക്കുക. പുണ്യമാസത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സും ആരോടെങ്കിലും വിദ്വേഷ ദേഷ്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊരുത്തപ്പെടുക. ആരെന്ത് പറഞ്ഞാലും അതൊക്കെ പൊരുത്തപ്പെടുക. നമ്മളെ മനസ്സൊക്കെ നമ്മൾ ക്ലീൻ ആക്കിയിട്ട് വേണം കേട്ടോ നമ്മളെ മാസത്തിലേക്ക്, പുണ്യമായ മാസത്തിലേക്ക് നമുക്ക് കടക്കാൻ വേണ്ടിയിട്ട്. മനുഷ്യന്മാരല്ലേ, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്ത തെറ്റാണെന്ന് മനസ്സിലാക്കി അവരെ കൊണ്ട് നമ്മൾ പൊരുത്തപ്പെടിപ്പിച്ചിട്ട് വേണം നമ്മളെ പുണ്യമാസത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നോമ്പിന് നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോമ്പിൻ്റെ തലേന്ന് തന്നെ ചെയ്തേക്കാം. അങ്ങനെ ഞാൻ ചെയ്ത് വെച്ച കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചെയ്ത് വെച്ചിട്ടില്ല. കുറച്ച് സംഭവങ്ങളൊക്കെ അതുപോലെ തേങ്ങ ചെറിയേക്കുക, മസാലപ്പൊടികളൊക്കെ പൊടിച്ചേക്കുക, അതൊക്കെ അതിൻ്റെ സെറ്റാക്കി വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൂ. ഇതിപ്പോൾ കുറച്ച് ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഞാനൊന്ന് സെറ്റാക്കി വെക്കാട്ടോ. അപ്പോൾ ബോട്ടിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി നല്ല ഉണക്കി തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മളെ പൊടികൾ, മൈദ, റവ, അതുപോലെ തന്നെ കടലമാവ്, പരിപ്പ്, കടലപ്പരിപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഫില്ലാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നോമ്പിന് ഒരുപാട് കടല, ചെറുപയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാങ്ങൂല കേട്ടോ. നോമ്പിന് അധികം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം നമ്മൾ ചിക്കൻ, ബീഫ്, മട്ടണൊക്കെ ഉള്ള കറിയൊക്കെ ഇങ്ങനത്തെ ഒന്നും അധികം വെക്കൂലല്ലോ നമ്മൾ. അപ്പോൾ നോമ്പ് റമദാൻ മാസം ആകുമ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കും. ഞാൻ ഗ്രീൻ പീസ് വാങ്ങട്ടെ. ഗ്രീൻ പീസ് ആയാലും ഇപ്പോൾ സമൂസ, വെജിറ്റബിൾ സമൂസ, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഗ്രീൻ പീസ് ആവശ്യമാണല്ലോ. അപ്പോൾ അത് വാങ്ങും. മറ്റുള്ള കടല ഐറ്റംസ് ഒന്നും ഞാൻ വാങ്ങലില്ല കേട്ടോ സാധാരണ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ മസാലപ്പൊടികളെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം പൊടിച്ച് റെഡിയാക്കിയത്. ഇതിപ്പോൾ ഞാനില്ലേ ഒരുപാട് പാത്രത്തിൽ മല്ലിപ്പൊടി, മുളക് പൊടി എടുത്ത് അങ്ങനെ വിചാരിക്കേണ്ടത് നമ്മൾ പുറത്തെ കിച്ചണിലേക്കും കൂടിയിട്ടാണ് ഞാൻ പാത്രത്തിലാക്കണത്. അപ്പോൾ അത് ഞാൻ അവിടെ കൊണ്ടുപോയി അങ്ങനെ സെറ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമുക്ക് റവ നോമ്പിന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാനുണ്ട്. കുഞ്ഞിരൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് റവ, തരിക്കഞ്ഞില്ലേ അത്. അപ്പോൾ അതിലേക്കുള്ള അണ്ടി, കിസ്മിസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പൊടികളൊക്കെ നമുക്ക് പൊടിച്ചെടുക്കണം. മുളക് പൊടി, അതേപോലെ തന്നെ ജീരകങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പൊടിച്ചെടുക്കണ്ടേ. അപ്പോൾ ഞാൻ എല്ലാതും ഒന്ന് ചൂടാക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. ഏലക്കായ ആയാലും ജീരകങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ടിട്ട് പൊടിച്ചെടുക്കണം. ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് അധികം അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും ചെയ്യും. പെട്ടെന്ന് നമുക്ക് പൊടിച്ചിട്ടും ചെയ്യും. അപ്പോൾ നമ്മൾ കുറച്ച് മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് പൊടിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാണ് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞിട്ടും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഈ പൊടിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ നമ്മൾ പുറത്ത് വെച്ചതിന് ശേഷം ഒരു 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാട്ടോ ചെയ്യൽ. അപ്പം കുറേ കാലം നമുക്ക് അങ്ങനെ ജീരകങ്ങളെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ഈ വീഡിയോയിൽ ഫസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ നന്നാരി സർബത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ 5 കിലോ പഞ്ചസാര വെച്ചിട്ടാണ് കേട്ടോ ഞാൻ സർബത്ത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 കിലോത്തിന് ഞാൻ 1/2 കിലോ ആണ് നന്നാരി എടുത്തിട്ടുണ്ടായിരുന്നത്. 6.5 ലിറ്റർ വെള്ളം വെച്ചിട്ട് അത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 4-4.5 ലിറ്റർ സർബത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെള്ളം വറ്റി വരുന്ന വരെ നമുക്ക് തിളപ്പിച്ചെടുക്കട്ടോ. അടിപൊളിയായിട്ടുള്ള നന്നാരി സർബത്ത് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഗരം മസാലപ്പൊടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നോമ്പാകുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഗരം മസാല വേണമല്ലോ. സ്നാക്സ് ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ തന്നെ കറികളിലേക്കും എല്ലാത്തിനും നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുമല്ലോ നോമ്പിന് ഗരം മസാല. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പെരിഞ്ജീരകം, സാജീരകം, അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, തക്കോലം, ജാതിപത്രി, ജാതിക്ക, അത്രയും കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. ബേ ലീഫും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ ചൂടാക്കിയിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. നമുക്കിത് ഗരം മസാല നമ്മൾ എപ്പോഴും റെഡിയാക്കുമ്പോൾ വെയിലത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയുന്നത് കേട്ടോ. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അങ്ങനെ. എനിക്കിപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഞാൻ വിചാരിച്ചു, പക്ഷേ ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചൂടാക്കിയിട്ട് തന്നെ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കിയിട്ട് തന്നെ പൊടിച്ചെടുക്കുക എന്നുള്ളതിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് കുരുമുളക് കൂടി ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി ഇട്ടിട്ടാണ് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ ഏലക്കായ ഇതൊക്കെ പൊടിച്ച് വരുമ്പോൾ നല്ല സ്മെല്ലാണല്ലോ. അപ്പോൾ ഇത് ഞാൻ ബോട്ടിലാക്കിയിട്ടുണ്ട്.
അപ്പോൾ ഗരം മസാലേൻ്റെ പൊടി നമ്മൾ എപ്പോഴും സൂക്ഷിക്കുമ്പോൾ ഗ്ലാസിൻ്റെ കുപ്പി തന്നെ നമ്മൾ സൂക്ഷിക്കട്ടെ. പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിനേക്കാളും അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഗ്ലാസ് ആകുമ്പോൾ പിന്നെ നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് അപ്പം തന്നെ അടച്ച് വെക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ സ്മെല്ല് അത് തന്നെ നിൽക്കൂട്ടോ. പിന്നെ ഞാനിങ്ങനെ കൂടുതൽ പൊടിക്കുന്ന ടൈമിലൊക്കെ ഞാൻ 2 ബോട്ടിലാക്കിയിട്ട് വെക്കും കേട്ടോ. ഒന്ന് ഞാൻ കുറേശ്ശെ എടുത്തിട്ട് ചെറിയ ബോട്ടിൽ കുറച്ചാക്കിയിട്ട് അങ്ങനെയാണ് എടുത്ത് യൂസ് ചെയ്യട്ടോ. അപ്പോൾ വലിയ ബോട്ടിലുള്ള ആ സ്മെല്ലും കാര്യങ്ങളായിട്ട് അവിടെ അങ്ങനെ നിന്നോളും. അപ്പോൾ ചെറിയ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം കുറച്ചെടുത്ത് ചെറിയ ബോട്ടിലാക്കുക, ഉപയോഗിക്കുക. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. നമുക്ക് നോമ്പിന് ഏറ്റവും പണിയായിട്ട് തോന്നുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഉള്ളി ക്ലീൻ ആക്കുക, ചെറിയ ഉള്ളി ആയാലും വെളുത്തുള്ളി ആയാലും ഇഞ്ചി ആയാലും ഇതൊക്കെ തൊലി കളഞ്ഞ് ക്ലീൻ ആക്കൽ വലിയൊരു പണിയാണ്. അതേപോലെ തന്നെയാണ് തേങ്ങ ചിരകണ പണി. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിക്കണേ. എല്ലാത്തിനും ചെറിയ ഉള്ളി ഇടാം ഈ പ്രാവശ്യം എന്നുള്ളതിൽ. പിന്നെ ഞാൻ കുറച്ച് അധികം തന്നെ ചെറിയ ഉള്ളി എടുത്തിക്കണേ. അതേപോലെ തന്നെ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ ക്ലീനാക്കി തൊലിയൊക്കെ ക്ലീനാക്കി കഴുകി നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടാക്കി ഇടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ചതച്ചത് ഇടാതെ ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ കട്ടാക്കി ഇടേണ്ട സംഭവമൊക്കെ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പേസ്റ്റ് ആക്കി എടുക്കണില്ല, ചതച്ച് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുന്നത്, പേസ്റ്റ് ആക്കണില്ല അങ്ങനെ. അപ്പോൾ ഇഞ്ചും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ഒക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് ഞാൻ പറഞ്ഞ തേങ്ങ, മെയിനായിട്ടാണ് തേങ്ങ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രി ചെയ്ത് വെച്ചായിരുന്നു കേട്ടോ. ഇഞ്ചും വെളുത്തുള്ളിയും പൊടികളും എല്ലാം സെറ്റാക്കലൊക്കെ ഞാൻ ഇന്നലെ രാത്രി ചെയ്ത് വെച്ചായിരുന്നു. പക്ഷേ തേങ്ങ ഞാൻ ഇന്ന് രാവിലെയാണ് ചിരകിയതും പിന്നെ വറുത്തതൊക്കെ രാവിലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൂടി ഇങ്ങോട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലല്ലേ. തേങ്ങ അല്ല നമ്മൾ ഒരുപാടൊന്നും ഫ്രീസറിൽ ഒരു ദിവസം കുറഞ്ഞിട്ട് അത്രയും നന്നുള്ളതിൽ ഞാൻ ഇന്ന് രാവിലെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഈ സർബത്ത് ഉണ്ടാക്കിയെന്നല്ല, അതൊക്കെ ഞാൻ ഇന്നലെ രാത്രി ചെയ്തായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പണികളൊക്കെ ചെയ്യുന്ന ഇടയിൽ കൂടെ ഞാൻ സർബത്ത് ഇടയ്ക്കിടയ്ക്ക് പോയൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ അതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് വെച്ച ഏലക്കാപ്പൊടിയിൽ നിന്ന് കുറച്ച് ഞാൻ അതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സർബത്ത് ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ തേങ്ങ സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പം ഞാൻ 10 തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. 10 തേങ്ങയിൽ ഞാൻ 6 തേങ്ങ വറുത്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വറുത്ത തേങ്ങയാണ് ഞാൻ ഈ പ്രാവശ്യം കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. പച്ചത്തേങ്ങ ഞാൻ 4 എടുത്തതിൽ പിന്നെ എനിക്ക് പച്ചത്തേങ്ങക്ക് എനിക്ക് അധികം ആവശ്യം പറഞ്ഞാൽ തേങ്ങാപ്പാൽ എടുക്കാൻ. ഞാൻ പറഞ്ഞ തരിക്കഞ്ഞി ഉണ്ടാക്കുക, അതിന് തേങ്ങാപ്പാലിനാണ് മെയിനായിട്ട് ഞാൻ പച്ചത്തേങ്ങ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വറുത്ത അരക്കണ കറിക്കൊക്കെ അധികം നമുക്ക് വറുത്ത തേങ്ങനെ മുഴുവനായിട്ട് എടുക്കാമെന്നുള്ളതിൽ കൂടുതൽ തേങ്ങ വറുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തേങ്ങ അവിടെ സെറ്റായിട്ടുണ്ട്. അത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് ചിക്കന് 3 ഐറ്റമായിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കന് ഫ്രൈ ആക്കാനുള്ള മസാല തേച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിക്കുള്ളത് വേറെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ പിന്നെ ബോൺലെസ് ചിക്കന് അത് വേറെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ സിപ്ലോക്ക് കവറിലാക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാമെന്ന് വിചാരിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഫ്രൈ ആക്കാൻ പിന്നെ ഈ മസാല തേച്ചതൊക്കെ ഞാൻ 3-4 ദിവസത്തിനുള്ളത് ഓരോ കവറിലാക്കിയിട്ട് അങ്ങനെ വെച്ചിക്കാം കേട്ടോ. അപ്പോൾ ഒരു ദിവസം നമുക്ക് ആ കവർ എടുത്തിട്ട് നമുക്ക് തണുപ്പ് പോയിൻ്റെ ശേഷം ഫ്രൈ ആക്കിയാൽ മതിയല്ലോ. നമ്മൾ എല്ലതും കൂടി ഒരു പാത്രത്തിൽ എടുക്കുമ്പോൾ അത് എന്നും എടുത്ത് പുറത്ത് വെക്കണം, തണുപ്പിട്ടിട്ട് അതിക്കുള്ള ഫ്രൈ ആക്കാനുള്ള ചിക്കൻ എടുക്കണം, എന്നിട്ട് പിന്നെയും ഫ്രീസർ എടുക്കണം. അതിലും നല്ല നമ്മൾ ഇതുപോലെ ഇങ്ങനെ കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നന്നൊക്കെ ഉള്ളത് കവറിലാക്കി വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് എടുത്തിട്ട് നമുക്ക് യൂസ് എടുത്ത് നമുക്ക് ഫ്രൈ ആക്കിയാൽ മതി. അതേപോലെ തന്നെ സ്നാക്സിനുള്ളത് ഞാൻ 2-3 കവറിലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറിക്കുള്ളത് ഞാൻ 2 കവറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കവർ പൊതുവേ കുഞ്ഞിരാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഫ്രിഡ്ജിനുള്ളിൽ കവർ കയറ്റാൻ. അപ്പോൾ ഞാൻ കുഞ്ഞിരാനെ സോപ്പിട്ട് മയക്കി ഇത് സിപ്ലോക്കിൻ്റെ കവറാണ്, ഫ്രീസറിൽ വെക്കണതിനൊന്നും ഒരു കുഴപ്പമില്ല, അങ്ങനെ സോപ്പിട്ട് വാങ്ങിപ്പിച്ചിട്ടാണ് ഞാൻ ഈ കവർ. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായിക്കണേ. അപ്പോൾ നമുക്ക് ഇനി ഒരാഴ്ചക്കുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണ്ട കേട്ടോ. ചിക്കനാണ് ഇനിയിപ്പോൾ ഞാനിത് ഇതിൻ്റെ കൂടെ കൂന്തലും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടു പോയതാണ്. കൂന്തൽ മസാല വെച്ചതും കൂടെ ഉണ്ടായിരുന്നു, അത് 2 ദിവസത്തിന് അതുണ്ട്. ഇനി പിന്നെ ഇത് ഈ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് വരുമ്പോൾ മുന്നേ ചെമ്മീനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം കേട്ടോ അത് മസാല വെച്ച് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് നോമ്പ് പകുതിയല്ല 10 നോമ്പ് വരെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളിയാഴ്ച ബീഫും കൊണ്ടുവരും. അപ്പോൾ ബീഫും ഞാൻ അതുപോലെ സെറ്റാക്കി വെക്കും. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ സർബത്ത് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ സർബത്ത് ഞാൻ ക്യാനിലാക്കി വെക്കാമെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ക്യാന് ഞാൻ നല്ല കഴുകി ഉണക്കാനായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഉണങ്ങിയതിന് ശേഷം ഞാൻ ക്യാനിലേക്ക് ആക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ കിച്ചണിൽ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ റമദാൻ പ്രിപ്പറേഷനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായം എന്തായാലും വേണ്ടില്ല അതൊന്ന് കമൻ്റായിട്ട് എഴുതാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായം എന്തായാലും വേണ്ടില്ല അതൊന്ന് നിങ്ങൾ കമൻ്റായിട്ട് എഴുതാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്. എല്ലാവർക്കും റമദാൻ കരീം.